ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് വെണ്ടക്ക വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ദാ ഈ ഒരു കറി മാത്രം മതിയാവേ. വെണ്ടക്ക ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കണേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പോകാം. അപ്പോൾ നമ്മളിതാ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാത്രം ചൂടായി വന്നു വെച്ചാൽ നമ്മൾ അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇട്ട് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിലും ചേർക്കാം കേട്ടോ. അതിലേക്ക് ഞാനിപ്പോൾ ഇതൊരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഉണ്ടല്ലോ, നമ്മൾ വെള്ളമൊക്കെ കാച്ചുന്ന ആ ഒരു ജീരകമായിട്ട് എടുത്തിട്ടുള്ളത്. അതും കൂട്ടി കൊടുത്തിട്ട് അതൊന്ന് ചൂടായി ഇതുപോലെ നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയ ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ഒന്ന് അരച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ചേർത്താൽ മതിയേ. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളതിലേക്ക് സവാളയായിട്ട് ചേർക്കുന്നത്. വലിയ സവാള എന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്താൽ മതി, ചെറുതാണെങ്കിൽ 2 എടുക്കണേ. അപ്പോൾ അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ടു ലോ ഫ്ലെയിം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാളയുടെ ആ ഒരു കളറും ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ലോ ഫ്ലെയിം ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ സവാളയ്ക്ക് ഇത് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ മാറിയിട്ടുണ്ട്. ഏകദേശം നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ആ സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ കേട്ടോ. അപ്പോൾ 2 മീഡിയം സൈസുള്ള ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1 മതിയാവും. ചെറുതായതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കുന്ന കേട്ടോ ഒന്നുകൂടി നല്ലത്. പച്ച എടുത്താൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല പഴുത്ത തക്കാളി ആവുമ്പോൾ നമ്മൾ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവേ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. അപ്പോൾ ഇതാ നമ്മൾ 1 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. അപ്പോൾ ഏകദേശം ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പാട്ട് ഈ ഒരു സമയത്ത് ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തെടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണും നമ്മളിതിലേക്ക് നമ്മൾ കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് മാറി കിട്ടണം. നമ്മളിനി വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സ്മെല്ലൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ ഒരു 1/4 കപ്പ് തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല പുളിയുള്ള കട്ട തൈരാട്ടോ ചേർത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പം 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1/4 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ വെണ്ടക്ക വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളമാട്ടോ നമ്മൾ ചേർക്കുന്നത്. അപ്പം വെണ്ടക്ക എടുക്കുന്നതനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവും മറ്റുള്ള തൈരിൻ്റെയൊക്കെ അളവ് കൂട്ടണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പോളം നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് 1 കപ്പോളം വെണ്ടക്ക ഉണ്ടാവേ ഇത്. അപ്പോൾ അതും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് അടച്ച് വെക്കാട്ടോ ചെയ്യുന്നത്. അടച്ച് വെച്ചിട്ട് ഇതാ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഒരുപാട് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നില്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളം ആ ഒരു വറ്റി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ വെണ്ടക്ക നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകും. വെണ്ടക്ക പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമില്ല. നമുക്ക് ഈ ഒരു ഗ്യാസിൻ്റെ ക്ഷാമമുള്ള സമയത്തൊക്കെ ഇതുപോലൊരു കറി മാത്രം മതിയാവട്ടോ ചോറ് കഴിക്കാനൊക്കെ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇതാ 1-2 പ്രാവശ്യം ഒന്ന് തുറന്ന് നോക്കി നമ്മളിതുപോലെ ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ വെണ്ടക്കൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഉടനെ പോവാതെ നോക്കാം കേട്ടോ. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ വറ്റി വരുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ വെണ്ടക്ക നന്നായിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ അതിനനുസരിച്ചിട്ട് പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളെ വെണ്ടക്കൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആട്ടോ ഇത്. നിങ്ങൾക്ക് ഇനി മല്ലിയിലേക്ക് പകരം കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കറിവേപ്പില മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്താലും കുഴപ്പമൊന്നുമില്ലേ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് ഒരുപാട് കറിയൊന്നും ഉണ്ടാക്കാതെ നമുക്കിതാ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇനി ചോറിൻ്റെ കൂടെ മാത്രമൊന്നുമില്ല, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.